എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ NR UK കർത്ത. ഞാൻ ഇന്ന് എല്ലാവരുമായി പങ്കുവയ്ക്കുന്ന ഒരു പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് സ്വീകാര്യത അല്ലെങ്കിൽ അക്സെപ്റ്റബിലിറ്റിയാണ്. നമ്മുടെ ചുറ്റും ധാരാളം പ്രഗത്ഭരായ ആളുകളുണ്ട്. അവർക്ക് അറിവുണ്ട്, സമ്പത്തുണ്ട്, അവർക്ക് നൈപുണ്യമുണ്ട്, ബന്ധുബലമുണ്ട്. പക്ഷേ പലരിലും നമ്മൾ കാണുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത് ദേ ആർ നോട്ട് അക്സെപ്റ്റബിൾ. അവർ മറ്റു സ്വീകാര്യരല്ല. അത് ഈ സ്വീകാര്യത അല്ലെങ്കിൽ അക്സെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ തട്ടിൽ നോക്കുകയാണെങ്കിൽ അതായത് ഫാമിലി സർക്കിളിലാകാം, അല്ലെങ്കിൽ നമ്മളുടെ അയൽക്കാരുമായിട്ടാകാം, നമ്മളുടെ സ്നേഹിതരുമായിട്ടാകാം, നമ്മളുടെ ബന്ധുക്കളുമായിട്ടാകാം. അങ്ങനെ പറയുമ്പോൾ വളരെ വളരെ മാനമുള്ള ഒരു സബ്ജക്റ്റാണ് അക്സെപ്റ്റബിലിറ്റി. നമ്മൾ പലപ്പോഴും കേൾക്കാറില്ലേ, ചിലപ്പോൾ ചില സീരിയലിലും ഒക്കെ കേൾക്കാറുണ്ട്, എനിക്ക് തന്നെ എൻ്റെ സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ല. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിൻ്റെ അർത്ഥം ഞാൻ തന്നെ എനിക്ക് സ്വീകാര്യനല്ല. അപ്പോൾ ഞാൻ എനിക്ക് സ്വീകാര്യനല്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെ എന്നെ സ്വീകരിക്കും? അപ്പോൾ ഇതിനെപ്പറ്റി ഞാനൊരു ഗവേഷണം നടത്തി. ആ ഗവേഷണം നടത്തിയതിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് എനിക്ക് ഒരു കോപ്പിറൈറ്റ് കിട്ടിയത്. അതാണ് ഈ കാണുന്നത്. ഇത് തന്നിരിക്കുന്നത് മറ്റാരുമല്ല, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫ് ഇന്ത്യ അവരാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്നതും പേറ്റൻ്റ് എന്ന് പറയുന്നത് വളരെ ബന്ധമുണ്ട്. പേറ്റൻറ്റിൽ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ റെഫർ ചെയ്യുന്നത് സയൻസ് വിഷയങ്ങൾ, അതായത് ശാസ്ത്ര വിഷയങ്ങളെ പറ്റിയാണ്. നേരെ മറിച്ച് മാനേജ്മെൻറ്റിലാണ് ഈ കോപ്പിറൈറ്റ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന കോപ്പിറൈറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ടോട്ടൽ അക്സെപ്റ്റബിലിറ്റി ഫോർ ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പീസ്. അതായത് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും സമാധാനം നിലനിർത്തുന്നതിനും ഉള്ള ഒരു കോൺസെപ്റ്റാണ്. ഇത് ഞാൻ ഡെവലപ്പ് ചെയ്തതിന് ഏതാണ്ട് ഒരു 6 വർഷത്തിൽ കൂടുതൽ എടുത്തു. ഇതിലേക്ക് വേണ്ടിയിട്ട് സ്കൂളുകളിൽ പോയി അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്, ആശുപത്രികളിൽ പോയി അവിടുത്തെ മിഡിൽ ലെവൽ മാനേജേഴ്സുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്, പിന്നെ റിസർച്ച് സെൻറ്റേഴ്സ്, അതായത് ഗവേഷണ കേന്ദ്രങ്ങളിലുള്ളവരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞ ഒരു കോൺസെപ്റ്റാണ് ഈ ടോട്ടൽ അക്സെപ്റ്റബിലിറ്റി. ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ അക്സെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഒരു മരീചികയാണ്. അത് ഇറ്റ് ഈസ് നോട്ട് ഈസി. പക്ഷേ നമുക്ക് അതിലോട്ട് ശ്രമിക്കണം. 100% മാർക്ക് വേണമെന്ന് ഒരു കുട്ടി ആഗ്രഹിച്ചാൽ മാത്രമേ 60-70 കിട്ടുകയുള്ളൂ. ഇത് തന്നെയാണ് അക്സെപ്റ്റബിലിറ്റി. പിന്നെ എന്തുകൊണ്ടാണ് ഈ അക്സെപ്റ്റബിലിറ്റി ഇല്ലാത്തത്? അതിനെപ്പറ്റി പറയാനാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ എന്തുമാത്രം സൗഹാർദ്ദതയുണ്ട്, എന്തുമാത്രം സത്യസന്ധതയുണ്ട്, എന്തുമാത്രം ആത്മാർത്ഥതയുണ്ട്, ഇതിന് വലിയ ഒരു റോൾ പ്ലേ ചെയ്യാനുണ്ട്. നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവർ പെരുമാറുന്നത്? അവർ നന്നാകുമ്പോൾ നമുക്ക് ദുഃഖമാണോ ഉണ്ടാകുന്നത്, അതോ നമുക്ക് സന്തോഷമാണോ ഉണ്ടാകുന്നത്? ചിലരുണ്ട്, അവർക്ക് സന്തോഷം ഉണ്ടാകുന്നത് മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ അതിന് പകരം മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയും മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ പങ്കുചേരുകയും അത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ അക്സെപ്റ്റബിലിറ്റി കൂടും. അത് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്ന് വ്യക്തിത്വം, നമ്മുടെ പേഴ്സണാലിറ്റി. അത് നമ്മൾ കൊല്ലങ്ങളോളം ശ്രമിച്ചാൽ മാത്രമേ അത് നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മളെ മറ്റുള്ളവർ എങ്ങനെയാണ് കാണുന്നത്? അവരുടെ സുഹൃത്തായിട്ട് കാണുന്നു, അതോ അവരുടെ ശത്രുവായിട്ട് കാണുന്നു, അതോ അവരുടെ മിത്രമായിട്ട് കാണുന്നു, അതോ അവരുടെ ഒരു അഡ്വൈസർ, അതായത് അവരുടെ ഉപദേശം കൊടുക്കാൻ പറ്റിയ ഒരാളായിട്ട് കാണുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുണ്ട്. പിന്നെ രണ്ടാമത്, നമ്മൾ പൊതുവെ ഇന്ന് കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലാതെ ഇടപെടുക. എന്തിനാണ് നമ്മൾ ഒരു കാര്യം അത് പ്രത്യേകിച്ചും വരുന്നത് അവർക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടാകുമ്പോഴോ അഭിവൃദ്ധിയോ ഉണ്ടാകുമ്പോഴാണ്. അവർക്ക് വിഷമം ഉണ്ടാകുമ്പോഴോ അവർക്ക് സങ്കടം ഉണ്ടാകുമ്പോഴോ നമ്മൾ അതിനെപ്പറ്റി വറീഡല്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, ഒരാൾക്കൊരു മെറിറ്റ് പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ ആ ആൾക്കൊരു ലോട്ടറി അടിച്ചു, അല്ലെങ്കിൽ ആ ആൾക്കൊരു നല്ല പുതിയൊരു ജോലി കിട്ടി, ഉടനെ നമുക്ക് വിഷമം തുടങ്ങി.
നമ്മൾ ഇയാളോട് എങ്ങനെ നിങ്ങൾ സാധിച്ചെടുത്തു? അപ്പോൾ ഈ വിഷമം നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് രൂപാന്തരപ്പെടുത്തുന്നത് അത് അസൂയയായിട്ട് മാറും, ഒരു വൈരാഗ്യമായിട്ട് മാറും, ഒരു വെറുപ്പായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അതായത് നമുക്ക് ഒരു അക്സെപ്റ്റബിൾ ആകുക, നമ്മൾ ചുറ്റുമുള്ളവർ നോക്കിക്കൊള്ളൂ. നമ്മൾ എത്ര 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 അയൽക്കാർക്ക് നമ്മളോട് സ്വീകാര്യരാണ്, നമുക്ക് അവരെത്ര സ്വീകാര്യരാണ്. നമ്മുടെ കുടുംബം തന്നെ എടുത്തോളൂ, ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി എടുത്തു നോക്കുകയാണെങ്കിൽ, അതായത് എത്ര മാതാപിതാക്കളുണ്ട് കുട്ടികൾ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്, എത്ര കുട്ടികളുണ്ട് മാതാപിതാക്കൾക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. അതൊരു എൻ്റെ വിനീതമായ അഭിപ്രായത്തിൽ ഇതൊരു ആഗോള പ്രശ്നമാണ്. ഇന്നിപ്പോൾ ഇസ്രായേലും നമ്മുടെ USA അമേരിക്കയും കൂടെ ചേർന്നിട്ട് ഒരു ആഗോള യുദ്ധം പോലെ ആയി വരികയില്ലേ? എന്തുകൊണ്ടാണ്? ദാറ്റ്സ് ബിക്കോസ് ദേ ആർ നോട്ട് അക്സെപ്റ്റബിൾ. അപ്പോൾ അക്സെപ്റ്റബിലിറ്റി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പഠിക്കണം, നമ്മൾക്ക് മറ്റൊരാളെ പ്രൊമോട്ട് ചെയ്യാൻ പഠിക്കണം, നമ്മൾ മറ്റൊരാളെ എന്താ പറയുന്നത് ഒരു നന്മയിലേക്ക് കൊണ്ടുവരാൻ പഠിക്കണം. അല്ലാതെ നമ്മൾ അവരെ വി ഷുഡ് നോട്ട് പുൾ ദം ഡൗൺ. അപ്പോൾ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റബിലിറ്റി ഉണ്ടാകില്ല. പിന്നെ ഈ അക്സെപ്റ്റബിലിറ്റി ഇല്ലാത്തവരാരാണെന്ന് നോക്കിക്കോളൂ. നമ്മളെ ചുറ്റും മുമ്പേ പറഞ്ഞതുപോലെ വളരെ പ്രഗത്ഭരായ ആളുകളുണ്ട്, ബട്ട് ദേ ആർ നോട്ട് അക്സെപ്റ്റബിൾ. എന്തുകൊണ്ടാണ്? അവർക്ക് സഹിഷ്ണുതയില്ല. അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വണ്ണപ്മാൻഷിപ്പ്, അവരെ പറയുന്നതാണ് ലാസ്റ്റ് വേർഡ്. അങ്ങനെ പോകുമ്പോഴത്തേക്കും ആളുകൾക്ക്, അതായത് മറ്റുള്ളവർക്ക് അവരുടേതായ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം കൊടുക്കുക. യു ബി എ ഗുഡ് ലിസണർ. അതായത് നമുക്ക് മറ്റൊരാൾ പറയുന്നത്, അവരുടെ ദുഃഖം പറയുമ്പോൾ നമുക്കത് ശ്രദ്ധിക്കാനായിട്ടൊരു നല്ല മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ ദുഃഖം പകുതിയാകും. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് വെൻ യു ഷെയർ എ ഗ്രീഫ്, അതായത് സങ്കടം ഓരോരുത്തരോടും സംസാരിക്കുന്നതോറും അത് കുറഞ്ഞു വരും. നേരെ മറിച്ച് നമുക്കൊരു സന്തോഷമാണ്, നമുക്കൊരു നേട്ടമുണ്ടായി, നമ്മൾ ഓരോരുത്തരും പറയുമ്പോഴത്തേക്കും ഒരു 6-7 പറയുമ്പോഴും നമ്മളുടെ മനസ്സിൽ നമ്മളുടെ സന്തോഷം ചിലപ്പോൾ 10 ഇരട്ടിയാകും. അതുകൊണ്ട് ഇതിന് വളരെ പ്രധാനമായ ഒരു ഘടകമാണ് അക്സെപ്റ്റബിലിറ്റിക്ക്. പിന്നെ എങ്ങനെയാണ് മ്യൂച്വൽ അക്സെപ്റ്റബിലിറ്റി? നമ്മൾ അക്സെപ്റ്റബിൾ ആയിരിക്കും, പക്ഷേ അവർ നമ്മളിൽ അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇതിന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മുമ്പോട്ടുള്ള യാത്രയിൽ എവിടെയൊക്കെയാണ് ദുർഘടങ്ങൾ വരുന്നത്, എവിടെയൊക്കെയാണ് നമുക്ക് നേട്ടങ്ങൾ വരുന്നത്, അപ്പോൾ ആരൊക്കെയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്, ആരൊക്കെയാണ് നമ്മളെ ദുഷിക്കുന്നത്, ഇതെല്ലാം വളരെ പ്രധാനമായ ഒരു ഘടകമാണ്. നമ്മളെ ചുറ്റും ധാരാളം വലിയ വ്യവസായശാലകളുണ്ട്, വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, വലിയ അതായത് ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇവരിൽ നമുക്ക് ഈ ഏരിയയിലാണ് ഞാൻ കുറച്ച് ജോലി ചെയ്തിട്ടുള്ളത്. ഞാൻ അവരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ധാരാളം കാര്യങ്ങൾ അവരെ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നത് അഭിവൃദ്ധി മാത്രമല്ല, സമാധാനം. ഒരാൾ മറ്റൊരാളെ ഉപദ്രവിക്കാനോ മറ്റൊരാളെ താത്തിപ്പറയാനോ മറ്റൊരാൾക്ക് നഷ്ടം വരുത്താനോ ശ്രമിക്കുകയില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും വിജയം എന്ന് പറയുന്നത് വിദൂരമല്ല. ഇത്ര മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.